നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. JB ജംഗ്ഷനിലെ ഇന്നത്തെ അതിഥി ആരായിരിക്കണം? 5 പതിറ്റാണ്ട് കാലത്തെ അഭിനയ സബരിയിലൂടെ ഓരോ മലയാളി പ്രേക്ഷകൻ്റെയും മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം കറുത്തമ്മ, നമ്മുടെ ഷീലാമ്മയെ നമുക്ക് സ്വാഗതം ചെയ്യാം JB ജംഗ്ഷനിലേക്ക്. ഇപ്പം ഷീലാമ്മ വന്നു, ഞാൻ സ്വീകരിച്ചു, ഷീലാമ്മനെ ഇരുത്തി. ഇതൊരു കുമ്പസാരക്കൂട്ടിൽ ഇരുത്തിയിരിക്കുക. ഇപ്പോൾ കുമ്പസാരക്കൂട്ട് തന്നെയത്. നല്ലൊരു വിശ്വാസിയല്ലേ ഷീലാമ്മ? വിശ്വാസമുണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ട്, തിരുസഭയിൽ വിശ്വാസമുണ്ട്, എല്ലാ ദൈവങ്ങളിലും വിശ്വാസമുണ്ട്. തിരുസഭയിൽ മാത്രമല്ല, എല്ലാ ദൈവവും ഒന്നൊന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. 5 പതിറ്റാണ്ട് കാലത്തെ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു തുറന്ന കുമ്പസാരത്തിന് ഈ എളിയവൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ എന്തില്ലാഞ്ഞിട്ടാണ്, ഞാൻ എന്തുകൊണ്ട് ഈ JB ജംഗ്ഷനിൽ വന്നിവിടെ ഇരിക്കുന്നു എന്ന് എനിക്കറിയില്ല. അത് ഞാൻ ചെയ്ത പാവമാണോ പുണ്യമാണോ എന്ന് എനിക്കറിയില്ല. എന്താ ഒരു അർത്ഥമില്ല. പക്ഷേ ഐ ലൈക്ക് ദി ഷോ. ഈ ഷോ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കാണും. അപ്പോൾ ഇഷ്ടപ്പെടുന്നു, നമ്മളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു നിലയ്ക്ക് വന്നതാണ്. ഷീലാമ്മ, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഒരു അഭിമുഖത്തിന് പോകുന്നത്? ഈ അഭിമുഖം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കാണാത്ത ചില വശങ്ങൾ ഒരുപക്ഷെ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ അഭിമുഖക്കാരൻ കണ്ടെത്തി തരികയാണ്. അല്ല, എനിക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ, ഞാൻ ഓരോ ദിവസം കാലത്ത് എഴുന്നേറ്റ് നൈറ്റ് നടക്കുന്നതായിരിക്കും. ബിക്കോസ് കുറേ കാലം ഞാൻ ഈ ഫീൽഡിലുള്ളത് കാരണമായിരിക്കും. ഓരോ നടക്കുമ്പോൾ ഇതെനിക്ക് പത്രത്തോട് പറയണം, ഇതെനിക്ക് അഭിമുഖ സംഭാഷണത്തിൽ പറയണം, ഇത് ആൾക്കാരോട് പറയണം. ഇന്നെനിക്ക് ഒരു തോന്നലാണ്. എനിക്ക് മനസ്സിലാത്തത് എന്ത് എനിക്കറിയില്ല. ഞാനൊരു നല്ല കാര്യം ചെയ്താലും ചീത്ത കാര്യം ചെയ്താലും ഇതൊരു തെറ്റായിരുന്നു ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ ഇത് നല്ലതായിരുന്നു ഞാൻ ചെയ്തത്. ഷീലാമ്മയുടെ മനസ്സിലെ പ്രതികരണശേഷി ഉണർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പരിപൂർണ്ണ അർത്ഥത്തിൽ ഷീലാമ്മ ഒരു സാമൂഹ്യ ജീവിയായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതുപോലെ പ്രതികരിക്കണം എന്ന് ഷീലാമ്മയ്ക്ക് തോന്നുന്നു. അതെ, അത് എപ്പോഴും എനിക്കുണ്ട്. ആ പ്രതികരണശേഷി എപ്പോഴും ജീവിതത്തെ മുന്നോട്ട് നയിച്ചിരുന്നു. അതെ, എന്നുള്ളിലുള്ളൊരു ഫയറാണ് എന്നെ എത്രത്തോളം എത്തിച്ചത്. ആ ഫയർ ഇപ്പോഴും കെടാതെ സൂക്ഷിക്കുക. അങ്ങനെ കൂടിയിട്ടുണ്ടെന്നല്ല, കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഈ ഫയറിൽ എത്ര പേരെ വെന്തുരുക്കി പോയിട്ടുണ്ടാവും? എത്ര പേര്? ഞാൻ അങ്ങനെയൊന്നും ആരും വേദനിപ്പിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറയാനുള്ളത് നേരിട്ട് പറയും. എന്തായാലും ഇങ്ങനെയുള്ള സ്വഭാവക്കാർ ഒരു ദേശക്കാരി എന്നാണ് എന്നിൽ അറിയപ്പെടുന്ന ഒരു ദേശക്കാരിയാണ്. ഒരുപാട് പേരെടുത്ത് എടുത്ത് ചാടിയിട്ടുണ്ട്. ഒരുപാട് പേര്. പക്ഷെ ആ ചാട്ടം കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് അല്ല, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ഒരിക്കലും അങ്ങനെ തെറ്റായിട്ട് ഒരാളെ ഞാൻ വഴക്ക് പറയുകയോ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഷീലാമ്മയെ സമീപിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സമീപിക്കണം. ഇതൊരു തീയാണ് കേട്ടോ, കൈ പൊള്ളും എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ സൂക്ഷിക്കണം. തീയുമാണ്, ഒരു പൂവാണ്, രണ്ടും ഉണ്ട് അതിൻ്റെ അകത്ത്. ഒരു തീയുമാണ്, പൂവാണ്. ഈ പൂവിനെയാണ് ഒരുപക്ഷെ മലയാളി 5 പതിറ്റാണ്ട് കാലം നെഞ്ചിലേറ്റി. 5 പതിറ്റാണ്ട് കാലം ഒരുപക്ഷെ ജീവിച്ചത് മുഴുവൻ സിനിമയിലാണ്. അതെ, സിനിമയായിരുന്നു ജീവിതമാണ് സിനിമ. സിനിമയിൽ നിന്ന് മാറിയൊരു ജീവിതം ഷീലാമ്മയ്ക്കില്ല. ഒരുപക്ഷെ പിച്ച വെച്ചത് സിനിമയിലേക്കാണ്. ഈ ഇടവേളയിലൊക്കെ വല്ലാത്ത വെറുപ്പൂട്ടിട്ടുണ്ടാവുമല്ലോ? അല്ല, ഒരിക്കലും വെറുപ്പൂട്ടിട്ടുണ്ടാവില്ല. എനിക്ക് ജീവിതത്തിൽ എന്തെല്ലാം എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ചു അതെല്ലാം ഞാൻ നടത്തി. കാരണം എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു യൗവന പ്രായം അത് ഇതൊക്കെ ഈ സിനിമയിൽ തന്നെ ആയിരുന്നു. 24 മണിക്കൂർ സിനിമയിലായിരുന്നു. ഞാൻ എത്രയോ പ്രാവശ്യം ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് അവാർഡ് മേടിക്കാനായിട്ട്. പക്ഷേ ഞാൻ താജ്മഹൽ കണ്ടിട്ടില്ല. ഞാൻ ഈ സിനിമയിൽ നിന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ കാലമായിട്ട് ഷീലാമ്മ താജ്മഹൽ കണ്ടിട്ടില്ല. ഇപ്പോൾ മാറി നിന്നപ്പോൾ ഞാൻ താജ്മഹൽ പോയി അവിടെ തന്നെ 2-3 ദിവസം അവിടെയുള്ള താജ് ഹോട്ടലിൽ താമസിച്ചിട്ട് അവിടെ പോയി താജ്മഹൽ 2-3 ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടു. ഷീലാമ്മയ്ക്ക് വേണ്ടി എത്രയോ ആൾക്കാർ സ്വന്തം മനസ്സിൽ പ്രണയത്തിൻ്റെ എത്രയോ താജ്മഹലുകൾ തീർത്തിട്ടുണ്ടാവും.
അത് ശരി. ശരിയല്ലേ? എനിക്കും അറിയില്ല എനിക്ക്. എന്താ അങ്ങനെ എല്ലാത്തൊരു വിനയം വരുന്നത് പെട്ടെന്ന്? വിനയില്ല, ആർക്കറിയാം താജ്മഹലാണോ അല്ലെങ്കിൽ ഒരു ശവക്കുടീരാണോ കെട്ടിയിരിക്കുന്ന ആർക്കറിയാം എന്താണെന്ന്. അതിന് എന്തായാലും ഒരുപാട് പേര് താജ്മഹൽ കെട്ടിയിരുന്നുള്ള കാര്യം വന്നിരുന്ന കത്തുകളിൽ നിന്ന് ശീലാമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതെ 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 ഇല്ലേ? അതിൽ ഒരു കത്തുണ്ട് കേട്ടോ, അത് ഞാൻ പറയാതിരിക്കാൻ വയ്യ. എന്നുവെച്ചാൽ ഒരാൾ എനിക്ക് സ്ഥിരം ഒരു ആരാധകൻ കത്തെഴുതുമായിരുന്നു. നീ എന്തിനാ നസീറിൻ്റെ കൂടെ അത്രയും അടുത്ത് അഭിനയിക്കുന്നത്? സത്യൻ്റെ തോളിൽ നീ എന്തിനാ ചാരിയത്? മധുര കയ്യും പിടിച്ചോണ്ട് പോയാൽ പോരെ, എന്തിനാ അങ്ങനെ അങ്ങ് കെട്ടിപ്പിടിച്ചത് എന്നൊക്കെ പറഞ്ഞ് എപ്പോൾ നോക്കിയാലും ഒരാഴ്ച, അന്നൊന്നും സെല്ലില്ലല്ലോ, ഒരാഴ്ചയിൽ ദിവസം ഒരു ലെറ്റർ വരും എനിക്ക്. അപ്പോൾ എനിക്ക് കണ്ട് പോന്നെ ഭയങ്കര ഇതൊക്കെ ദേഷ്യമാണ്. അയാളുടെ ഒരു ഭാര്യയേക്കാൾ അധികമായി പൊസസീവായിട്ട് തന്നെ ഇങ്ങനെ. പിന്നെ കൂടെ ഒരിക്കൽ ഒരു ഫോൺ അവിടെ നിന്ന്, ഫോണാണ് അന്ന് സെല്ലില്ല, ഫോൺ വന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ കാമ്പൗണ്ടിൻ്റെ പുറകെ ഒരു വലിയൊരു അത്തിമരം ഉണ്ടായിരുന്നു, അത്തിമരം. അപ്പോൾ പറഞ്ഞ് അവിടെ വന്ന് ഞാനൊരു സാധനം നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വന്നു. ഉടനെ ഞാൻ എൻ്റെ വേലക്കാരോടൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടിൽ കൂർക്കാൻ പോയി ഉടനെ അത് എന്താന്ന് നോക്കിയപ്പോൾ അതിൽ ഒരു ബ്ലൗസ് തുണി, ബ്ലൗസ് പീസ്. എനിക്ക് അന്നേ തയ്ക്കാനൊക്കാത്ത ഒരു 1/2 മീറ്റർ ബ്ലൗസ് തുണി. അല്ല, 1/2 മീറ്റർ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പകുതി പോലും മൂടാനൊക്കാത്ത ഒരു സാധാരണ. പക്ഷേ അങ്ങനെ മതി വിചാരിച്ചിട്ടായിരിക്കും. എന്നാലും എനിക്ക് മനസ്സിലാക്കി തോന്നി, അയ്യോ ഇയാൾ ഇത്രത്തോളം എന്നെ ഇഷ്ടപ്പെട്ടല്ലോ, എന്നെ ഇഷ്ടപ്പെടാൻ ഇങ്ങനെ കൂടെ ഒരാളുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അവർ ഭയങ്കര ശല്യമായി. പിന്നെ ഒരു ഫോണിൽ നിന്ന് എപ്പോൾ നോക്കിയാലും ഫോൺ വന്നപ്പോൾ ഞാൻ ഉടനെ പോലീസിന് ഞങ്ങൾക്ക് പോലീസിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പറഞ്ഞു ആരാണ് ഇയാൾ എന്നെ രാത്രിയൊക്കെ 12 മണിക്കൊക്കെ വിളിച്ച് എപ്പോഴും ശല്യപ്പെടുത്തുന്ന ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന്. അവർ വിളിച്ച് നോക്കിയപ്പോൾ അത് മല്ലികാ സുകുമാരൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ആർട്ടിസ്റ്റ് മല്ലികാ സുകുമാരൻ, അവരുടെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ പോയി വന്നുക, അവിടുത്തെ കുക്കാണ് അയാൾ. അവിടെ കുക്ക് ചെയ്യുന്ന വികൃതമായ ഒരാൾ. പക്ഷേ എനിക്ക് അയാളിൽ നിന്നും പോലും എനിക്ക് അയാളുടെ മനസ്സ് കാണാനൊത്തു. എന്നെ എത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ അയാൾ. ഇതുപോലെ എത്രയോ ആൾക്കാർ ശീലാമ്മയ്ക്ക് കത്തയച്ചിട്ടുണ്ടോ? ശീലാമ്മ അങ്ങ് ഒരുപാട് കത്തയച്ചിട്ടുണ്ട്. ഇതുപോലെ പല കത്തുകളൊക്കെ ഇപ്പോഴേതെങ്കിലും കത്തുകൾ എടുത്ത് വെച്ചിട്ടുണ്ടോ? അയ്യോ, അതൊക്കെ ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ആരും ചെയ്യും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ടി ഒരു വീട് കെട്ടേണ്ടി വരും. അതിൻ്റെ അകത്ത് ഇത് മുഴുവനും ഗോഡൗണിൻ്റെ അകത്ത് വയ്ക്കും. അതിൻ്റെ ഗതി എന്തായിരിക്കും? ഇത്രയും കാലം വലിയൊരു ഗോഡൗൺ തീർത്താൽ പോലും സൂക്ഷിക്കാൻ കഴിയാത്തത്ര കത്തുകളായിരുന്നു ശീലാമ്മയ്ക്ക് വന്നിരുന്നു. ഇതൊക്കെ ആരെ പൊട്ടിച്ച് വായിച്ചിരുന്നു? ഞാൻ തന്നെ വായിക്കും, മുഴുവൻ വായിക്കും. ഞാൻ തന്നെ മുഴുവനും ഇതെല്ലാം എടുത്ത് സഞ്ചിയിലകത്ത് വെക്കും. എൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് എനിക്കൊരു നേരം പോക്കാണ്. ചിലവർ കവിതയായിട്ട് എഴുതും, ചിലവർ ഭയങ്കര മിക്കവാറും പേര് വന്ന് പ്രേമിക്കുന്നു, സ്നേഹിക്കുന്നു, ഇതൊക്കെയാണ്. പിന്നെ കുറേ കത്തുകൾ എനിക്ക് പുറന്നും അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ദേ വോണ്ട് ടു മാരി മീ, അങ്ങനെയൊക്കെ ഒരു നടിയുടെ ജീവിതത്തിൽ എത്രയോ കത്തുകൾ വരും. അതൊക്കെ ഇങ്ങനെ. ശീലാമ്മ എന്ന നടിയെ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത്, ഒരു അനാട്ടമി ഇപ്പോൾ നടത്തുകയാണെങ്കിൽ, ദാരിദ്ര്യമാണ്, കുടുംബത്തിൻ്റെ അവസ്ഥയാണ്. ഒരു കുടുംബത്തെ ചുമലിലേക്ക് ഏറ്റേണ്ടി വരുന്ന ഒരു ചെറിയ ബാല്യത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ തോന്നിയ വികാര വിക്ഷോഭങ്ങളാണ് ഈ നടിയെ ഇങ്ങനെ രൂപപ്പെടുത്തിയത്. ഒരുപക്ഷെ സമ്പന്ന കുടുംബത്തിലാണ് ശീലാമ്മ ജനിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അഭ്രപാളികളിൽ സ്ഥാനം പിടിക്കില്ല, ഒരിക്കലുമില്ല. നാടകത്തിലേക്ക് വന്നു, അതും കുടുംബത്തെ പുലർത്താൻ വേണ്ടി 12-ാം വയസ്സിൽ 13-ാമത്തെ വയസ്സിൽ ശരിക്കും പറഞ്ഞാൽ കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ ബാല്യത്തിൻ്റെ യൗവനത്തിൻ്റെയും ആഹ്ലാദങ്ങളൊക്കെ ശീലാമ്മ എന്നുള്ള നടി മിസ് ഔട്ട് ചെയ്തു. സത്യം. ചെറിയൊരു മനസ്താപം ഉണ്ടല്ലേ? ചെറിയല്ല, വലിയ മനസ്താപമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയി. എന്നെ ഒരിക്കൽ അഭിനയത്തിൽ ഒട്ടും ഇഷ്ടമല്ലാതെ, അഭിനയിക്കണം എന്നുള്ള ഒരു സ്വപ്നം, അതായത് ഒരു ഇഷ്ടമല്ലാതെ വന്നൊരു നടി ഞാനായിരിക്കും തോന്നുന്നു. വാസ്തവത്തിൽ ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ ചേച്ചി ഒരാളുണ്ടായിരുന്നു, അവർ ഷീസ് നോമോ, അവരെപ്പോഴും പാട്ടൊക്കെ പാടുമായിരുന്നു. പാട്ടൊക്കെ ഇങ്ങനെ പാടി നടക്കും. പാട്ട് പാടുമോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം പാട്ടാണ്. പക്ഷേ എന്തോ ദൈവം എനിക്ക് ആ കഴിവ് തന്നിട്ടില്ല.
പാട്ട് കേൾക്കാൻ വലിയ ഇഷ്ടം. ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്? എല്ലാ പാട്ടുകളും അങ്ങനെ ഏറ്റവും ഇഷ്ടം അധികം കേട്ടിട്ടുള്ള പാട്ട് എല്ലാം. പാട്ട് മൂളില്ലേ? മൂള് പോലില്ല. മൂള് പോലും ഇല്ല? മൂളത്ത് പോലില്ല. ഒന്ന് പക്ഷേ കുളിക്കുന്ന റേഡിയോ ഇല്ലാതെ ഞാൻ ഉറങ്ങത്തില്ല. നൈറ്റ് എൻ്റെ റേഡിയോ പാടിയോണ്ടിരിക്കണം. എപ്പോഴും റേഡിയോ എൻ്റെ വീട്ടിലെ ശബ്ദം ഉണ്ടായതുകൊണ്ട് ആ വൈബ്രേഷൻ എനിക്ക് വേണം. ഒന്നല്ലെങ്കിലും ഓം എന്നുള്ള വൈബ്രേഷനില്ലേ, അത് ഞാൻ ആ CD ഇടും. വീട് മുഴുവൻ ആ വൈബ്രേഷൻ, ഇറ്റ്സ് എ ഗുഡ് വൈബ്രേഷൻ അല്ലേ ഓം എന്ന് പറയുന്നത്. ഞാനൊരു ചിത്രം വരച്ചിട്ട് ഓം എന്നുള്ളതിൻ്റെ ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. ശീലമ്മ, പെട്ടെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവിതത്തിൻ്റെ വഴിത്താരകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ കൂടിയുള്ള ഒരു ജംഗ്ഷനാണിത്. പക്ഷേ ഈ ഒരു ജംഗ്ഷനിൽ നിന്നുകൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് നോക്കാൻ പറ്റും. അതിൽ ഒന്ന് വന്ന ഒരു വഴിത്താരയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രത്യേക പ്രതലമാണ്. പക്ഷെ അതിന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നു, ഷീലാമ്മയുടെ ഒരു വരവ് നോക്കുകയാണെങ്കിൽ ഷീലാമ്മയ്ക്ക് വലിയൊരു ചരിത്ര പ്രാധാന്യം തന്നെയുണ്ട്. എന്താ കാരണം? താത്രിക്കുട്ടിയുടെ പേരക്കിടാവാണ് ഷീലാമ്മ. ഇതൊരു കഷ്ടമാണ്. ആ ഇടയ്ക്ക് ചായം എന്നൊരു പടം വന്നിരുന്നു. അതിൽ ഞാനൊരു താത്രിക്കുട്ടിയായിട്ട് അഭിനയിച്ചത്. എല്ലാവരും ഞാൻ തന്നെ വിചാരിക്കും ഞാൻ എപ്പോഴാണ് അങ്ങനെയാണ് ഈ സന്തോഷം തന്നെ. പക്ഷേ എനിക്ക് അങ്ങനെ അല്ല. ഞങ്ങൾ എൻ്റെ അച്ഛനമ്മ, എൻ്റെ അമ്മയുടെ അമ്മ, അച്ഛൻ്റെ അമ്മ, ഞങ്ങളൊക്കെ സിറിയൻ കാത്തലിക്സുള്ള ആൾക്കാരാണ്. ഇതാരെ പറഞ്ഞു വരുത്തിയത്? എനിക്കറിയില്ല ഇതെങ്ങനെ. പിന്നെ കുറേ പേര് പറഞ്ഞു ഞാൻ ആംഗ്ലോ ഇന്ത്യൻ ആണെന്ന്. അങ്ങനെ കുറേ കഥ പറഞ്ഞു. ഇതാരാണ് ആക്ച്വലി ഇത്? ഞാൻ ജനിച്ചത് ഞാൻ മാനിക്കണമല്ലോ. ഞാൻ ജനിച്ച ഒരു സ്ഥലം ഞാൻ മാനിക്കണം. അത് വന്ന് ഐ എം എ ക്രിസ്ത്യൻ. സിറിയാനി ക്രിസ്ത്യാനിയാണ്. സിറിയാനി ക്രിസ്ത്യാനിയാണ് ഞാനൊരു ക്രിസ്ത്യാനാണ്. നരവംശ ശാസ്ത്രജ്ഞന്മാർ പോലും രംഗത്ത് വന്നിട്ട് ഷീലാമ്മയുടെ പൂർവികരെ ഇങ്ങനെ കണ്ടെത്തി താത്രിക്കുട്ടി വന്നു, പോത്തൻകോടിലേക്ക് വന്നു, അവിടുന്ന് തീവണ്ടി കയറി. ഈ ഇന്ത്യയിൽ ആരെങ്കിലും മിക്കവാറും പേരുമെല്ലാം നമ്പൂതിരി ഫാമിലിയിൽ നിന്നും അതിൽ നിന്ന് വന്നവരല്ലേ. അതും നല്ല വെളുത്തിങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അതിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിന്ന് വല്ല പട്ടതായിരിക്കും ഞാനും നിങ്ങളും. യു ആൾസോ ലുക്കിംഗ് സോ നൈസ്, നല്ല വെളുത്ത ആള് ഒരു പടത്തിൽ അഭിനയിച്ചുകൂടാന്ന്. എന്തുകൊണ്ട് നിങ്ങൾ അഭിനയിക്കുന്നില്ല? യു കൻ ബിക്കം എ ഹീറോ. ഇപ്പോൾ വരുന്ന ഹീറോയിനെക്കാളൊക്കെ നിങ്ങൾ നല്ലതാണല്ലോ കാണാൻ. ഇതൊന്ന് റെക്കമെൻഡ് ചെയ്യുമല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കാനിരുന്ന ചോദ്യമാണ്. ആണോ? വൈകാതെ ഞാനൊരു സിനിമയിൽ അഭിനയിക്കും. പിന്നെ നിങ്ങളൊരു മന്ത്രവാദിയാണോ എന്ന് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഞാൻ മന്ത്രവാദി? കാരണം നിങ്ങളെപ്പോഴും മന്ത്രക്കോൽ ഇല്ലാതിരിക്കില്ലല്ലോ കയ്യിൽ. ഞാനൊന്ന് മന്ത്രം ചെയ്യട്ടെ. അതെ, ഈ പെണ്ണില്ലെങ്കിൽ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനൊക്കില്ലതാണ്. ഞാൻ കാണുമ്പോൾ എപ്പോഴും ബ്രൂട്ടത്തെ ഒരു കയ്യിലൊരു മന്ത്രക്കോൽ വെച്ചിട്ടുണ്ടല്ലോ. അത് എന്തെങ്കിലും പ്രശ്നമാവും. ഞാനിങ്ങനെ എന്താ അറിയോ, ഷീലാമ്മയുടെ മനസ്സിലുള്ളത് ഇങ്ങനെ പയ്യെ എടുക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാർക്കും ഉണ്ടല്ലോ. ഈ ആനേനെയൊക്കെ ഒരു ശരിക്കും നടത്തണമെങ്കിൽ ഒരു തോട്ടി വേണം. അതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ചകഞ്ഞെടുക്കണമെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ നിങ്ങളുടെ കളർ മാറി വരും. ഓരോരുത്തർക്കും എനിക്ക് പച്ച അല്ലേ എടുക്കേണ്ടത്, ഗ്രീൻ അല്ലേ. ബ്ലാക്കിനൊരു വല്ലാത്തൊരു ഭംഗിയുണ്ട് അല്ലേ. കറുപ്പിന് ഏഴഴകാണ് സിനിമയിലേക്കുള്ള വരവ്. ഒരുപക്ഷെ മലയാളിയായിട്ടുള്ള ഷീലാമ്മ തമിഴിലൂടെയാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ? തമിഴിലാണ് വന്നത്. MGR മൊത്ത് പാശം, അതൊക്കെ ഓർമ്മയുണ്ടോ? ഒരു സിനിമയെക്കുറിച്ച് ഒന്നും മറക്കില്ല. പ്രധാനപ്പെട്ട ചില കാര്യം, ഓരോ അനുഭവങ്ങളും ഒരു ദുരനുഭവങ്ങളും ഷീലാമ്മ മറക്കില്ല. എനിക്ക് സിനിമയിൽ വന്ന ഒരു ദുരനുഭവങ്ങളും ഇല്ല. മലയാള സിനിമയിൽ വന്നതിന് ശേഷം തമിഴിലാണ് ഞാൻ ആദ്യം വന്നത്. പക്ഷേ തമിഴിൽ നിൽക്കാനൊക്കില്ല. എൻ്റെ അമ്മ വളരെ സ്ട്രിക്റ്റാണ്. അത്ര മനസ്സിലാക്കിയാൽ മതി. വളരെ സ്ട്രിക്റ്റാണ്. മലയാളത്തിൽ വന്നപ്പോൾ എൻ്റെ 2 കൈയും നീട്ടി എൻ്റെ മലയാളികൾ സ്വീകരിച്ചു. ഞാൻ നല്ലൊരു കുട്ടിയായിട്ട് ഒരു കല്ല് കഴിച്ച പോലെ. തമിഴിൽ നിൽക്കാൻ പറ്റില്ല, എൻ്റെ അമ്മ സ്ട്രിക്റ്റാണ്. എന്താ ഷീലാമ്മേൻ്റെ അർത്ഥം? ജോൺ ബ്രൂട്ടസ് ഇത്രയും വലിയൊരു ബുദ്ധിമാനല്ലേ. എത്ര പേരും ഈ മന്ത്രക്കോല് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. നമ്മുടെ പ്രേക്ഷകരെക്കാൾ നിങ്ങൾക്ക് കഴിവുള്ള ആളല്ലേ, നിങ്ങൾ മനസ്സിലാക്കണം. മലയാളം എൻ്റെ അമ്മയാണ്. മലയാള സിനിമ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയെപ്പോലെ എന്നെ 2 കൈ കൊണ്ട് എന്നെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എനിക്കിഷ്ടപ്പെടാത്ത, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാ കാര്യങ്ങളും തന്നെ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഞങ്ങളെ നല്ല രീതിയിൽ കൊണ്ട്. തമിഴ് ഒരിക്കലും ഷീലാമ്മയ്ക്ക് കംഫർട്ടബിൾ അല്ലായിരുന്നു.
കംഫർട്ടബിൾ അല്ലായിരുന്നു. പിന്നെ വേഷങ്ങൾ പോലും ഞാൻ കുറച്ച് കാണാൻ ഇച്ചിരി വണ്ണവും തടിയൊക്കെ ഉള്ളത് കാരണം എന്നെ ഗ്ലാമർ ഉള്ളിലേക്ക് പിന്നെ ശ്രമിച്ചവർ ഗ്ലാമറായിട്ട്. ഷീലാമ്മയുടെ മാതകത്വത്തെ അതെ, അത് മാത്രം, അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു മാതക റാണിയായി മാറ്റാൻ ശ്രമിച്ചു, അതും എനിക്കിഷ്ടമല്ല, അതെനിക്കിഷ്ടമല്ല. അല്ല, ഒരു മാതക റാണി എന്നുള്ളൊരു പരിവേഷം ഒരുപക്ഷെ നടിക്ക് ഗുണകരമായിരിക്കില്ലേ? ഗുണകരമല്ല, എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല. പക്ഷേ മലയാളത്തിൽ വന്നപ്പോൾ എനിക്ക് നല്ല ക്യാരക്ടേഴ്സോട് കൂടി നല്ല ഗ്ലാമറായിട്ട് കാണിച്ചു തന്നെ. രണ്ടും വേണം. നല്ല ക്യാരക്ടറായിരുന്നു, നല്ല ഗ്ലാമറും ആയിരുന്നു. ഇപ്പോൾ കള്ളിച്ചെല്ലമ്മേലെടുത്താലും ആ മുണ്ടും ഇതും കെട്ടിക്കൊണ്ട് വരുമ്പോൾ ഗ്ലാമറും വേണം, അഭിനയമുണ്ട്, കഥയുമുണ്ട്. അങ്ങനെ ഒരു ഇത് വേണം ഞാൻ മലയാളത്തിൽ എൻ്റെ അമ്മയായിട്ട്, മലയാള സിനിമ എൻ്റെ അമ്മ. തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് ചുവട് മാറിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഷീലാമ്മ മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചത്. അതെ. എനിക്ക് നമ്മുടെ നാട്ടിൽ എൻ്റെ അമ്മ പറയും, പുലിക്ക് വാലായിരിക്കുന്നതിനേക്കാൾ നല്ലത് പൂച്ചയ്ക്ക് തലയായിരിക്കുന്നല്ലേന്ന്. അല്ലേ? കുറച്ച് സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ആ ഇടയ്ക്ക് ഒരു പടം, അത് ചെമ്മീൻ എന്നെ ബുക്ക് ചെയ്യാൻ വരുമ്പോൾ MGRയുടെ കൂടെ ഹീറോയിനായിട്ടൊരു പടം വന്നു. അപ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ, കാരണം ചെമ്മീന് കാൾ ഷീറ്റും കൊടുത്തുപോയി, അഭിനയിക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ MGR എന്ന് പറഞ്ഞ വലിയ ആളാണ്. അപ്പോൾ MGR എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ തക്ക രീതിയിലുള്ള എനിക്ക് ബുദ്ധി വന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറയുന്നത്, അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ മലയാളം, എനിക്കും ഒരുപാട് മലയാളം, ഞാൻ ചെമ്മീൻ വായിച്ചിട്ടുണ്ട്, ഒരുപാട് മലയാളം. എനിക്ക് കേരളത്തിൽ വരണം, മലയാളത്തിൽ അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം. അത് കാരണം ഞങ്ങൾ ആ പടം വേണ്ടെന്ന് വെച്ചിട്ട് ഈ പടത്തിൽ അഭിനയിച്ചു. അത് കാരണം എനിക്ക് കുറച്ച് കാലങ്ങളുടെ തമിഴ് പടങ്ങൾ പോലും നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ മലയാളത്തിൽ ഷീലാമ്മയ്ക്ക് ഒരുപാട് നല്ല റോളുകൾ നൽകിയ ഒരാൾ ഷീലാമ്മയോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുക. നോക്കിക്കളെ, ഞാൻ ഡയറക്റ്റ് ചെയ്ത പടങ്ങളായ ഒരു പെണ്ണിൻ്റെ കഥ, അടിമകൾ, വാഴ്വേ മായം, ചുക്ക്, അനുഭവങ്ങൾ പാളിച്ചകൾ, കൽപ്പന, ഇങ്ങനെയുള്ള ചിത്രങ്ങളിലൊക്കെ വൈവിധ്യമാർന്ന വേഷങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് ഈ ചിത്രങ്ങൾ ഒന്നൊന്നും നാഷണൽ അവാർഡ് കിട്ടിയില്ല? അതൊരു ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരുന്നു ഞങ്ങൾക്കൊക്കെ. കാരണം നാഷണൽ അവാർഡ് കിട്ടിയ ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്ന അവാർഡ് കിട്ടിയ ആൾക്കാരുടെ പെർഫോമൻസിനെക്കാട്ടിലും എത്രയോ ഗംഭീരമായിരുന്നു ഷീലയുടെ പെർഫോമൻസസ്. സേതുമാധവൻ സാർ, ഒരു പറഞ്ഞതിലെന്തോ ഒരു കാര്യമുണ്ട്. അതെ, എനിക്ക് ഞാൻ പറയട്ടെ, ഞാനൊരു ഒറ്റപ്പെട്ട ആളാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നൊരു ഒറ്റപ്പെട്ട ആളാണ്. എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ടോ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പോയി ചെയ്യാനായിട്ടോ എനിക്ക് ആരുമില്ല. ഈ അവാർഡെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓടി വന്ന് കൊടുക്കുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ കുറേ കാര്യം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. അന്നൊക്കെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വേണമായിരുന്നു. നമുക്ക് തിരിച്ചു വരാം. ഇതേ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ഒരാളെ കൂടി, ഷീലാമ്മയെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കൂടി ഞാനിവിടെ കൊണ്ടുവരാനോ. വരട്ടെ. ഷീല വളരെ വലിയ നടിയാണ്. അവർക്ക് അർഹമായ അംഗീകാരം കിട്ടിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഏതൊരു സ്വപ്നത്തിലെ കൗസല്യ എന്ന കഥാപാത്രം അതിമനോഹരമായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ച് കിട്ടിയില്ല. അനുഭവത്തിലൂടെ, പരിചയത്തിലൂടെ ഒരു നടിക്ക് എങ്ങനെ വളരാൻ കഴിയുമെന്ന് മലയാളത്തിൽ തെളിയിച്ചത് ഷീലയാണ്. ഷീലാമ്മ, രണ്ട് പ്രഗത്ഭമതികൾ, ഒരുപക്ഷെ ഷീല എന്ന് മലയാളി സ്നേഹത്തോടെ വിളിക്കുന്ന ഈ നടിക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്തതിൽ അവരുടെ അഭിപ്രായം ശക്തമായി പ്രകടിപ്പിക്കുകയാണ്. എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് അവാർഡെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കാര്യമാണോ എന്ന്. അന്ന് എനിക്കറിയില്ലായിരുന്നു. അഭിനയിക്കുന്നു, പോകുന്നു, വരുന്നു, ആർക്കും അവാർഡ് കിട്ടുന്നു, വരുന്നു. ഉടനെ ഞാൻ വിളിച്ചു ശാരദയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു നടിയോ, ഇപ്പം മോനിഷ, അവർക്ക് വരയ്ക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡ്. അവർ വിളിക്കുകയും ഞാൻ വിളിച്ച് കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കതിലൊരു കുശുമ്പോ അല്ലെങ്കിൽ അത് കാരണം അതൊരു വലിയൊരു കാര്യം അങ്ങനെയൊന്നും തോന്നി. ശാരദയ്ക്ക് 3 അവാർഡ്. സന്തോഷം. ഷീലാമ്മ, ഒരു പക്ഷേ സേതുമാധവൻ സാറും തമ്പി സാറും ഒക്കെ പറയുമ്പോൾ ഷീലാമ്മയ്ക്ക് ഒരു ഇടനെഞ്ചിലൊരു വിങ്ങലില്ലേ? സത്യത്തിലില്ല. കണ്ണെന്നറിയോ? ഞാനൊരിക്കലും ഇങ്ങനെ മുന്നേഴ്സ് ആരും മുന്നേഴ്സും കണ്ണെന്നറിയാറില്ല. ഞാനൊരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് കരയത്തില്ല, എൻ്റെ ജീവിതത്തിൽ കരയത്തില്ല. എന്തിനാ ഞാൻ കരയുന്നത്? അതെയോ ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞുകൊണ്ട് കരഞ്ഞോ? ഞാൻ കരയേയില്ല.
കരച്ചിൽ എനിക്ക് എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ അന്ന് കരഞ്ഞ കരച്ചിൽ എനിക്ക് തീർന്നു, എൻ്റെ കണ്ണീരെല്ലാം തീർന്നു. ഞാൻ കരയില്ല. അമ്മ എന്തിനാ മരിച്ച ശേഷം കരഞ്ഞ ശേഷം പിന്നീട് ഒരിക്കലും കരഞ്ഞിട്ടില്ല. അതിനു മുമ്പ് ഞാൻ കരയില്ല. വല്ലതും വീഴാന്നൊക്കെ പറഞ്ഞ് കരയുന്നല്ലാതെ എന്തോന്ന് പെണ്ണുങ്ങളാ ഇത് കരയാത്ത പെണ്ണു? ഞാൻ കരയില്ല. വല്ലതൊക്കെ പിന്നെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യം, നല്ലൊരു ബുക്ക് വായിക്കുമ്പോൾ നല്ലൊരു കാര്യം. ഇപ്പോൾ ഈ ഇടയ്ക്ക് ടെണ്ടുൽക്കർ ഇങ്ങനെ മാറിപ്പോകുന്നു, അങ്ങേരെ പറ്റി പറയുന്നു, അങ്ങേര് ലാസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ കരഞ്ഞു. കാരണം എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ശിലാമയെ അങ്ങനെ ആരും കരയിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ എനിക്ക് കഥാകൃത്ത്, അത് കഥ എഴുതുന്നവർ മരിച്ചാൽ ഞാൻ കരയും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹീറോക്കൾ കഥ എഴുതുന്നവരാണ്, കഥാകൃത്തുകളാണ്. അപ്പോൾ സെറ്റിലൊക്കെ ഞാൻ പറയുക, ഈ കഥ എഴുതിയ ആളാന്ന് ഞാൻ ഡയറക്ടറോടും എല്ലാവരോടും പറയാം, ഈ കഥ ഏതെങ്കിലും കഥ ഞാൻ അഭിനയിക്കുമ്പോൾ ഇതുമായി വരുമ്പോൾ അങ്ങനെ ഒന്ന് കാണണം എനിക്ക്, ഞാൻ ഷൂട്ടിങ്ങില്ലെങ്കിലും വേറെ ഷൂട്ടിങ്ങിൽ നിന്ന് ഞാൻ ഈ സെറ്റിലോട്ട് വന്ന് ഞാൻ കാണുമെന്ന് പറയും. അപ്പോൾ സത്യനോ നസീറും അതൊക്കെ പറയും, ഞങ്ങളൊക്കെ ഹീറോക്കളായിരിക്കും, ഞങ്ങളെയൊക്കെ ഒന്ന് കാണണം, നിങ്ങൾക്ക് ഒരു ദിവസം പോലും പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എന്നെ പറയുമല്ലോ, കഥ ആരാണ് എഴുതിയത്, എന്താണ് ഈ കഥ, ആരാണ് എഴുതിയത്. തകഴിയെ കാണണമെന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആശയമായിരുന്നു, തകഴി സാറെ കാണണം. ജീവിതത്തിൽ ഭയങ്കര ഒരു ശിലാമയ്ക്ക് കഥയോട് വലിയ ഭ്രമമാണല്ലേ? വായിക്കുന്നതിൽ വലിയ ഭ്രമമാണ്. വായിക്കുന്നതിൽ ഒരു ചെറിയ കഷ്ണം പേപ്പർ കണ്ടാൽ പോലും അതെടുത്ത് വായിച്ചുകൊണ്ടിരിക്കും ഞാൻ, ഇന്നും അന്നും എന്നും. ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പ് അതിൻ്റെ തിരക്കഥയൊക്കെ വായിക്കും? ആദ്യമൊന്നും വായിക്കില്ല, പിന്നെ എൻ്റെ ക്യാരക്ടർ എന്താ വെച്ചാൽ എന്നെ വിളിക്കുന്നത് എനിക്കറിയാം, ഇത്രയും കാശും കൊടുത്ത് എന്നെ വിളിക്കുമ്പോൾ ഹീറോയിനായിരിക്കും, പടത്തിൽ ഹീറോയിനായിരിക്കും. പിന്നെ എന്നാൽ എൻ്റെ ക്യാരക്ടർ അവർ പറയും, ഈ പടത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി സാറാമ, അതാണ് അതിൻ്റെ മെയിൻ ക്യാരക്ടർ, അല്ലെങ്കിൽ നാടൻ പെണ്ണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ എൻ്റെ പേരിലുള്ള പടങ്ങൾ വരുമ്പോൾ, പിന്നെ നിങ്ങളാണ് എൻ്റെ പേരിൽ അല്ലെങ്കിലും എനിക്ക് പ്രാധാന്യമുള്ള പടങ്ങൾ വരുമ്പോൾ എനിക്ക് ആ ക്യാരക്ടർ മനസ്സിലാക്കാൻ വേണ്ടി, മറ്റേ ക്യാരക്ടറൊക്കെ ഇവരെ പറ്റി എന്താ പറയുന്നത്, അവളൊരു ഭയങ്കരയാണ് കേട്ടോ, അവളെ നടത്തം തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, അപ്പം ഞാനിങ്ങനെയൊക്കെ നടക്കണ്ടേ, ആ ക്യാരക്ടർ മറ്റവരിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമായിരുന്നു. പക്ഷെ പല ആൾക്കാരും ശീലാമയെ പറ്റിച്ചിട്ടുണ്ട്, മെയിൻ റോളാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് പലപ്പോഴും. അത് ഈ ഇടയ്ക്കാണ്. ആരും എൻ്റെ ആൾക്കാരും എന്നെ പറ്റിച്ചിട്ടില്ല. ശീലാമ ഇപ്പോഴും കാണാത്തൊരു പടമുണ്ട്, തുലാഭാരം. അത് ഞാൻ പടങ്ങളിൽ നിന്നും പടങ്ങളിലേക്ക് ഓടിപ്പോയി അഭിനയിച്ചപ്പോൾ അന്ന് ഹരിപോത്തൻ ഭയങ്കര കഷ്ടമായ ഒരു സ്റ്റേജിലായിരുന്നു. അങ്ങേരുടെ പടത്തിൽ ഞാൻ പലതും അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഷോട്ട് വെച്ചപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി എനിക്കത് അറിയില്ലോ എന്നറിയില്ല. ആ ഇപ്പോൾ സെറ്റിൽ നിന്ന് ഓടി വന്ന് ഉച്ചയ്ക്ക് 2 to 9 ആണ് ഷൂട്ടിങ്. കാലത്തൊരു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ 2 o'clock ഇവിടെ വന്ന് അഭിനയിക്കാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാനും മധു എന്തോ അഭിനയിക്കുന്ന സീൻ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ മനസ്സിലാക്കി, ആഹാ ഇത് നമ്മുടെ എല്ലാ കഥ ഇത് മനസ്സിലാക്കി. അപ്പം ഞാൻ ഉടനെ ഞാൻ എഴുന്നേറ്റ് പുറത്ത് പോയി. ഞാൻ അഭിനയിക്കില്ല, അഡ്വാൻസ് തിരിച്ച് ചെന്നേക്ക് അഭിനയിക്കില്ലെന്ന്. ഉടനെ തോപ്പിൽ വാസിയും ഹരിപോത്തനെല്ലാം കൂടി ദൈവമേ ഇത് ഹരിപോത്തൻ ഇത് എൻ്റെ ജീവിത പ്രശ്നമാണ്. നല്ല കാലത്തൊക്കെ ഷീല എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് കഷ്ടം വരുമ്പോൾ നിങ്ങളൊക്കെ എന്നുണ്ടെങ്കിലേ പടമൊക്കെ ബിസിനസ് ആകത്തുള്ളൂ, വലിയ ആർട്ടിസ്റ്റെ കൊണ്ടെന്ന് പറഞ്ഞ ആ ഒരു വാക്കിന് വേണ്ടി ഞാൻ അഭിനയിച്ച് കൊടുത്ത പടമാണ്. കണ്ടിട്ടില്ല. പക്ഷേ ഒരു മനുഷ്യൻ, ഒരു പ്രൊഡ്യൂസർ ഒരു കഷ്ടം എന്ന് അറിഞ്ഞിട്ട് ഞാൻ ഐ ഹാവ് ടു ഹെൽപ്പ് ദറ്റ് മാൻ അല്ലേ? അതെ. പക്ഷേ എന്തുകൊണ്ട് ആ സിനിമ കണ്ടില്ല? എനിക്കിഷ്ടമല്ല എന്നെ ഇങ്ങനെ ഒരു രണ്ടാംതരമായിട്ട് അഭിനയം വയ്ക്കുന്ന സ്ത്രീ കാണാൻ എനിക്കിഷ്ടമല്ല. അത് വല്ലാത്തൊരു മനസ്സാണല്ലോ. അത് എൻ്റെ മനസ്സ് അതാണ്. നിങ്ങളുടെ മനസ്സ് വേറെ, എൻ്റെ മനസ്സ് വേറെ അല്ലേ? ഞാനെപ്പോഴും ഒരു ക്വീനായിട്ട് ഇരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഒരു സിനിമയിൽ ശിലാമ കുറച്ചുകൂടി കരഞ്ഞിരുന്നെങ്കിൽ, ഒരു ദുഃഖപുത്രി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ. എൻ്റെ പേര് അന്ന് ദുഃഖപുത്രി ശാരദയും ഞാൻ അഭിനയ സരസ്വതി എന്നൊക്കെ പറഞ്ഞ 2 പടത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ പേര് എനിക്ക് ഏത് റോളും ഞാൻ ചെയ്യും, ഏത് റോളും. അമ്മയായിട്ട്, നസീൻ്റെ അമ്മയായിട്ട് മകനെ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ പടത്തിൽ 10-30 വർഷത്തിന് ഞാൻ വന്നൊരു 5-6 കൊല്ലത്തിനകം ഞാൻ ചെയ്ത പടമാണ് മകനെ നിനക്ക്. ഒരു അഹങ്കാരിയായിരുന്നു ഞാൻ ഒരിക്കലും അഹങ്കാരിയല്ല. ഞാൻ വളരെ പാവമാണ്. വളരെ പാവം വെച്ചാൽ അതിനുവേണ്ടി ഞാൻ നിങ്ങളെല്ലാവരും നിങ്ങൾ പറയുന്നത് വിശ്വസിക്കും, ആരെയും വിശ്വസിക്കും. ഷീലാമയുടെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനതകളിലൊന്ന് ഇൻവേർട്ടർ കോമ, ആൾക്കാരെ അങ്ങ് വിശ്വസിക്കും. അങ്ങനെ കബളിപ്പിക്കലിന് വിധേയമാവുകയും ചെയ്യും അല്ലേ? അത് കാരണം ഇപ്പം ആരെയും വിശ്വാസമില്ല. വിശ്വാസം നഷ്ടപ്പെട്ടു. ആരെയും വിശ്വാസം, എന്നെ മാത്രമേ എനിക്ക് വിശ്വാസം. ഒരുപാട് പേര് പറ്റിച്ചല്ലേ?
ആരും എന്നെ പറ്റിച്ചിട്ടില്ല. പിന്നെ എന്നാ വിശ്വസിച്ചവരെ പറ്റിച്ചു എന്ന് അല്ലല്ല, ഇങ്ങനെ വിശ്വസിച്ചാൽ ഇങ്ങനെയുള്ള കഥകൾ. പിന്നെ ഞാൻ ഇതിൽ പോയി നിങ്ങൾക്ക് അറിയുന്നത് ഈ ഒരു പടമാണ് ഞാൻ അഭിനയിച്ച് തിരിച്ചു വന്നതെന്ന്. ഞാൻ അവിടെ പോയതിനു ശേഷം, ഞാൻ അഭിനയിച്ച ശേഷം ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ അഭിനയിക്കാതെ കാഴ്ച തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശീലാമ്മ, പക്ഷേ അന്നത്തെ ഒരു അഭിനയ നിര എന്ന് പറയുന്നത് പ്രേം നസീർ, സത്യൻ, മാധു, പിന്നീട് ഇങ്ങനെ കമലഹാസൻ്റെ വരെ, അങ്ങനെ വെച്ചാൽ എത്രയോ ആൾക്കാരുടെ കൂടെ നിറഞ്ഞ് അഭിനയിച്ചിരുന്നു. ഇത് പക്ഷെ വസന്തകാലമായിരുന്നത്. ഇത്രയും പേരെ ഇതൊക്കെ ഇപ്പം ചിന്തിക്കുമ്പോൾ, ഈ ഒരു 50 വർഷത്തിൻ്റെ ഈ വലിയൊരു അഭിനയ സബരിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു നിറവിനെക്കുറിച്ചൊക്കെ ഒരു പക്ഷേ വലിയൊരു സംതൃപ്തി തോന്നേണ്ട സമയമല്ലേ? അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. വാസ്തവം അങ്ങനെ അന്ന് അഭിനയിക്കുമ്പോൾ നാസീറോ, സത്യനോ, കമലഹാസനോ, ജയൻ ഇവരെ കൊണ്ടായിരുന്നു അത് അന്നതുപോലെ. അങ്ങനെയൊന്നും അന്ന് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായിട്ടില്ല. ഇന്നും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നില്ല. അത്രയേ ഉള്ളൂ. ഇതെന്താ വലിയ കാര്യം? ഇതിലെന്താ വലിയ കാര്യം? എല്ലാവരും തന്നെ അഭിനയിക്കുന്നു, ഞാൻ അഭിനയിക്കുന്നു, എൻ്റെ കൂടെ വന്ന് എത്രയോ നടികൾ അഭിനയിക്കുന്നു. ഇന്ന് നമ്മൾ പോയാൽ അടുത്ത ആൾ വന്ന് അഭിനയിക്കും. നമ്മളൊന്നും സ്ഥിരമല്ല, പ്രായോഗികവാദിയാണ് ജീവിതത്തിൽ. അതെ, നമ്മൾ എങ്ങനെ വരുന്നു? ഇതാ വരുന്നു ഒരാൾ. അവരെ ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു സെക്സി ലേഡിയായിട്ടാണ്. പക്ഷെ അവർ അഭിനയിക്കുന്നുള്ളത് പലർക്കും അറിയില്ല. റോള് കൊടുത്ത് ആരെങ്കിലും ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് നിരാശയ്ക്ക് ഇടവരുത്തില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അത്ര നല്ലൊരു നടിയാണ് ഷീല. പറഞ്ഞാൽ പല സമയത്തൊക്കെ വരികയും ചെയ്യും. അങ്ങനെയൊന്നും ഒരു കളിപ്പിക്കലുള്ള ഒരു ടൈപ്പ് ആർട്ടിസ്റ്റ് അല്ല അത്. എനിക്ക് അവരെ പറ്റി നല്ലൊരു അഭിപ്രായമാണ്. നല്ലൊരു നടിയാണ്. ഇങ്ങനെ പടത്തിൽ ഒരുപാട് പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പടത്തിൽ എങ്ങനെ വെച്ചാൽ മാസത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു 4 മാസം കൂടുമ്പോൾ ഒരു പടം എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി അസോസിയേറ്റ് വാസു എന്ന് പറഞ്ഞ ഇത്രയും ദിവസം ഞങ്ങൾ മാറ്റി വയ്ക്കും. ഉദയ സ്റ്റുഡിയോസിന് വേണ്ടി മാസം 10 ദിവസം മാറ്റി വയ്ക്കും. പിന്നെയുള്ള കോൾ ഷീറ്റേ ബാക്കിയുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ. എൻ്റെ പടങ്ങളൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ താങ്ക്സ് വാസാർ പറഞ്ഞതിന്. വാസാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ പറ്റിക്കില്ല എന്ന്. ഒരുപാട് നടികൾ സെറ്റിൽ വരാമെന്ന് പറഞ്ഞിട്ട് വരില്ല, സമയത്തിന് വരില്ല, പറ്റിക്കും. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു പറ്റിയ പരിപാടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പറ്റിക്കുന്നു തോന്നുന്നില്ല. അങ്ങനെ ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്തൊക്കെയോ കുറേ പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കാവ്യമേള, എനിക്കെന്നെ അറിയില്ല, കുറേ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പടം ഷീലാമ്മയുടെ ഒരു പ്രാധാന്യം ഒരുപക്ഷെ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മലയാള സിനിമയുടെ ഒരുപാട് ചരിത്രഘട്ടങ്ങളെ മലയാള പ്രേക്ഷകനിലേക്ക് അടുപ്പിക്കുന്നത് ഷീല എന്നുള്ള നടിയാണ്. അറിയില്ലല്ലേ? അല്ല, ഇറ്റ്സ് എ ന്യൂസ് ഫോർ മീ. തീർച്ചയായിട്ടും. ഒരുപക്ഷെ ചെമ്മീൻ എന്നുള്ളൊരു സിനിമ കൊണ്ട് കറുത്തമ്മ അനശ്വരത കൈവരിച്ചു. എന്നും ഷീലാമ്മേനെ കറുത്തമ്മ വരുന്നല്ലേ ആൾക്കാർ പറയുക, കേട്ടിട്ടില്ലേ? ഇത് കേൾക്കുമ്പോൾ ഒരു നാണം വരുമോ? നാണമില്ല, നമ്മൾ ചെയ്തതാണല്ലോ, കറക്റ്റാണല്ലോ പറയുന്നത്. കർത്തം. പിന്നെ ഞാൻ ഏതോ ഫംഗ്ഷന് പോയാലും ഏതൊരു അവാർഡ് മേടിക്കാൻ പോയാലും മാനസമൈനേ വരൂ. ഞാൻ ഓർക്കായിരുന്നു ഈ സമയത്തൊക്കെ എനിക്ക് ഓർമ്മ വന്നത് ഒറ്റ മുണ്ടേ കെട്ടാൻ പാടുള്ളൂ. ഒറ്റ മുണ്ട് കെട്ടിയിട്ടുള്ള ഇതാണ്. ഞങ്ങളിപ്പോൾ ആ കാലത്തൊക്കെ, ഇപ്പോൾ എല്ലാവരും മെലിഞ്ഞിരിക്കുന്നല്ലേ ഫാഷൻ. അന്ന് ഞങ്ങൾ വണ്ണം വയ്ക്കണം. വണ്ണം ആ കാലത്തുള്ള നടികളൊക്കെ ഈ സരോജാദേവി, സാവിത്രി, ഭാനുമതി എന്ന് പറഞ്ഞ ഒത്ര വണ്ണം. അവരൊക്കെ 2 പ്രസവിച്ചതിന് ശേഷമാണ് സിനിമയിലേക്ക് തന്നെ വരുന്നത്. ഇതിനു വേണ്ടിയിട്ട് മുട്ടയും പാലൊക്കെ ഒരുപാട് കഴിച്ചു. ഇതിനു വേണ്ടി ഇതിനല്ല, ആ സമയത്തെല്ലാം വണ്ണമുള്ള കുറച്ച് വണ്ണം വേണം. കറുത്തമ്മയുടെ ഡയലോഗ് ആ ചേഷ്ടകളൊക്കെ ശീലാമ്മ ശ്രദ്ധിച്ച. അതെ അതെ. ഇന്ന് ആ ഡയലോഗ് റെൻഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ റെൻഡർ ചെയ്യും? എനിക്കറിയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. അല്ല,
ഇല്ലെങ്കിൽ തന്നെ അറിയോ, ഞാൻ ഒന്നും ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ ഷോർട്ടിലോട്ട് തന്നെ പോകുന്നത്. ഇപ്പോൾ ഈ ക്യാമറയുടെ മുന്നിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബി ബ്ലാങ്ക്. ആ ഡയലോഗ് പറയുമ്പോൾ വരുന്ന ആ മുഹൂർത്തമല്ലോ, ആ സമയത്താണ് ഞാൻ അഭിനയിക്കുന്നത്. എനിക്കിനി ഒരിക്കൽ പറഞ്ഞാൽ അഭിനയിക്കില്ല. ഞാൻ ആ ഒരു മുഹൂർത്തം കാണിച്ചപ്പോൾ ഷീലാമ്മയുടെ മുഖത്ത് ഒരുപാട് ഭാവങ്ങൾ പിന്നി പറയുന്നത് കണ്ടു. ആണോ? അയ്യോ, എനിക്ക് ഒരു പടം കണ്ടാൽ പോലും, ഒരു സിനിമ കാണാൻ പോയാൽ അതിലൊരു 20-30 ആർട്ടിസ്റ്റ് ഉണ്ടാവില്ലേ, 30 പേരിൻ്റെ മുഖഭാവം ഞാൻ അവർ കരയുമ്പോൾ ഞാനിങ്ങനെയാക്കും, അവർ ചിരിക്കുമ്പോൾ ഞാനും ചിരിക്കും, അവർ ദേഷ്യപ്പെടുമ്പോൾ ഞാനിങ്ങനെ ദേഷ്യപ്പെടും. ഞാൻ എല്ലാവരും കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ അഭിനയിക്കാൻ കാണുമ്പോൾ എൻ്റെ മുഖഭാവം മാറാത്തത് ഭയങ്കര തലവേദന. എനിക്ക് പടം കാണാൻ തിയേറ്ററിൽ പോയാൽ എനിക്ക് ഭയങ്കര വെച്ചാൽ ഇത്രയും പേര് കൂടെ അഭിനയിച്ചു. ഷീലാമ്മ കറുത്തമ്മേനെ പലതവണ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് തവണ ഈ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. 2-3 പ്രാവശ്യം. പിന്നെ ഈ വീട്ടിലൊക്കെ എപ്പോഴും ടി വിയിലൊക്കെ ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കാണും, പിന്നെ അങ്ങോട്ട് നടക്കും. അങ്ങനെ മുഴുവനായിട്ട് കണ്ടത് 2-3 പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. പരിപൂർണ്ണ സംതൃപ്തി ഉണ്ടോ ആ ഒരു അഭിനയത്തെക്കുറിച്ച്? ഓക്കെ ഓക്കെ, അത്ര സംതൃപ്തിയില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നന്നായി ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. കറക്റ്റ്. കറുത്തമ്മ മധുവിനോട് ചേർന്ന് നിന്ന് അഭിനയിച്ചപ്പോൾ ഒരുപക്ഷെ മധു എന്നുള്ള നടൻ ആ രംഗങ്ങളൊന്നും മറന്നിട്ടില്ല. ഇപ്പം ഷീലാമ്മ പറയുന്നു, സോസോ എനിക്ക് അത്ര വലിയ തൃപ്തിയായിട്ടില്ല എന്ന് വളരെ എന്താ പറയുക, വളരെ പ്രായോഗികവാദിയെ പോലെ സംസാരിക്കുമ്പോഴും അതാണ് സത്യം. ചെയ്യാമായിരുന്നു, ശരി, കുറച്ചും കൂടെ സിൻസിയറായിട്ട് എനിക്ക് ചെയ്യാമായിരുന്നു. എവിടെയാണ് ആ ഭാവത്തിൽ ഒരുപാട് തകരാറ് വന്നോ? ഭാവത്തിലല്ല, ഒരു പ്രണയ തീഷ്ണത കുറഞ്ഞു പോയോ? അങ്ങനെയല്ല, കുറച്ചുകൂടെ ചെയ്യാമായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നും. പക്ഷേ അത് കണ്ട് വന്നതാണ് ആ ക്യാരക്ടറെന്ന് അങ്ങനെ മനസ്സിലായി. ഇന്ന് ചെയ്യായിരുന്നെങ്കിൽ എങ്ങനെ ഷീലാമ്മ ചെയ്തത്? ഇന്ന് ഈ പ്രായത്തിൽ എനിക്ക് പോയി മനസ്സിലൊന്നും പ്രായമായിട്ടില്ലല്ലോ ഷീലാമ്മ. അങ്ങനെ ഇന്ന് ചെയ്യാമാണെങ്കിൽ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ കുറേയും കൂടെ ശ്രദ്ധിക്കുമായിരുന്നു. അന്നും ഒരു മറുവൊക്കെ അവിടെ ഉണ്ടല്ലോ, ഒരു മറുവിടെ, അതൊക്കെ അതിൻ്റെ സ്വന്തം ഇഷ്ടങ്ങളാണ്. ഓ, മറുക് വെച്ചത് ഷീലാമ്മ സ്വന്തമായിട്ട്. പിന്നെ ഒരു ചെയിൻ ഉണ്ടാവും, അതിൽ 2-3 പിന്നുകളൊക്കെ എങ്ങനെയുണ്ട്, അതൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ആ മുഖത്തെ ആ ഒരു ചുവപ്പും തുടുപ്പൊക്കെ അവർ മാറ്റി. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ആ ഒരു പടത്തിന് മാത്രമുള്ള ഞാൻ ഒട്ടും മേക്കപ്പ് ഇല്ലാതെ, ലിപ്സ്റ്റിക്ക് പോലും ഇടാതെ എന്നെ ആയിട്ട് കാണുന്നത് ആ ഒരു പടത്തിലാണ്. എന്ന് വെച്ചാൽ അവർ ഉടനെ വാസലിനിട്ട് തുടപ്പിക്കും. മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നു, പക്ഷെ അവരങ്ങ് തൂത്ത് കളഞ്ഞു. മേക്കപ്പ് ചെറിയ അവരാദ്യമേ പറഞ്ഞിരുന്നു. ഒരു സങ്കടം തോന്നി അല്ല, അവരാദ്യമേ പറഞ്ഞു തരും മേക്കപ്പ് ഇല്ല, അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെറുതായിട്ട് അത് മേക്കപ്പ് ഇട്ട് പോയപ്പോൾ മാർക്കസ് പട്ടി, നോ മാഡം, യു പുട്ട് സം മേക്കപ്പ്, പ്ലീസ് റിമൂവ് ഇറ്റ് എന്ന് പറഞ്ഞു. വാസലിൻ കയ്യിൽ വെച്ചിരിക്കുക, അങ്ങനെ വാസലിൻ അതെടുത്ത് ഉടനെ തുടച്ച് ആ ഒരു എണ്ണ ഇങ്ങനെ ഓയിലി ആയിരിക്കണം. അങ്ങനെ ആ ഒരു പടം. പക്ഷെ പടം കണ്ടപ്പോൾ തോന്നുന്നു ഇതാ വരുന്നു ആ നായകൻ തന്നെ വരട്ടെ. ഈ പരീക്കുട്ടിയും കറുത്തമ്മയായിട്ട് പ്രേമിച്ചു. കറുത്തമ്മയ്ക്ക് കല്യാണാലോചന വന്നു. പരീക്കുട്ടി പറഞ്ഞില്ല വേണ്ടെന്നല്ലേ? അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഇവർ ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പടം കണ്ടു കഴിഞ്ഞതിന് ശേഷമെങ്കിലും, അല്ലെങ്കിൽ മുഴുവൻ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ പരീക്കുട്ടി എന്നെ അന്ന് കൂടെ ഇവിടെ ചാടിപ്പോകാമെന്ന് പറഞ്ഞെങ്കിൽ കൂടെ വരുമായിരുന്നു എന്ന്? ഒരു വല്ലാത്ത ചോദ്യമാണല്ലോ ഇത്. കൂടെ അങ്ങ് ചാടിപ്പോകുന്നൊരു ടൈപ്പ് പെണ്ണല്ലല്ലോ ഇത്. അത് ഫാമിലി, വീട്, അനിയത്തി, അച്ഛനമ്മ എന്നൊക്കെ. പിന്നെ ചാടിപ്പോയാൽ എവിടെ പോകും അവർ? വേറൊരു കടാപ്പുറത്ത് പോവും, അതല്ലേ? എന്നാലും ഒരു പ്രേയസിയുടെ മനസ്സിൽ ഒരുപക്ഷെ കാമുകൻ ഇങ്ങനെ പറയണം എന്നൊരാഗ്രഹം. ഇപ്പോൾ പെട്ടെന്ന് 2 ട്രാക്ക് അതിനകത്തുണ്ട്. ഒന്ന് കറുത്തമ്മ എന്നുള്ള കഥാപാത്രം, 2 ഷീല എന്ന് പറയുന്ന നിറ യൗവനമുള്ളൊരു പെൺകുട്ടി. ഈ പ്രണയമൊക്കെ ഷീല എന്നുള്ള നടിയുടെ മനസ്സിലുമുണ്ട്, ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കഥാപാത്രത്തിന് സമാന്തരമായൊരു ട്രാക്ക് വേറെ റൺ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ പരീക്കുട്ടി അങ്ങനെ തകഴി സാറിൻ്റെ മനസ്സിൽ തോന്നിയത് അല്ലേ അങ്ങനെ എഴുതിയിരിക്കുന്നത്. പരീക്കുട്ടി വിളിച്ചിട്ട് പോകുന്നു എന്ന് എഴുതിയിരുന്നെങ്കിൽ ഞാൻ ഓടിപ്പോയേനെ, ആ ക്യാരക്ടർ ഓടിപ്പോയേനെ കൂടെ. പരീക്കുട്ടി ഒന്ന് വിളിക്കാത്തതിലൊരു വിഷമം ഉണ്ടായോ? വിളിക്കാമായിരുന്നു. ഇന്നുള്ള കടാപ്പുറത്തുള്ള ആൾക്കാരെ വിളിച്ച് കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചേനെ. 2 ജാതികളാണല്ലോ അതിലൊരു വൺ ഓഫ് ദ ഭയങ്കര ഒരു പ്രയാസം. കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചു. മധുസാറുമായിട്ടുള്ളൊരു സിങ്ക് എങ്ങനെയായിരുന്നു?
മധു എൻ്റെ വളരെ ക്ലോസ് ഒരു ഫ്രണ്ടാണ്. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ചേർന്നാൽ ചിരിച്ച് അങ്ങേരെ ഒരു കഥ പറയും, ഞാനൊരു കഥ പറയും. ഒരു ആണും പെണ്ണും തമ്മിൽ ഫ്രണ്ട്സായിരിക്കാൻ ഒക്കില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവർ സംസാരിച്ച പ്രേമം തന്നെ അങ്ങനെ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഞാനും മധു സാറും ഭയങ്കര ക്ലോസ് ആയിട്ട് ഒരു ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അത്രയും ചിരി സന്തോഷം വേണമെങ്കിൽ 2 പേരും കൂടി ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ മിസ് ഔട്ട് ചെയ്യുന്നില്ലേ ഷീലാമ്മ ഇപ്പം? അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ കാലത്തിന് തകർന്ന മാതിരി പോകുന്ന ഒരാളാണ്. ഞാൻ ഒന്നും മിസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിൽ ഇപ്പോഴും ഇപ്പോൾ നിങ്ങളുടെ മുൻവശത്ത് ഇരിക്കുന്നു, ജോൺ ബ്രൂട്ടോയുടെ വലിയൊരാളുടെ മുൻവശത്ത് ഇരിക്കുന്നു ഞാൻ എന്നുള്ളൊരു സന്തോഷം ഓരോ കാലഘട്ടത്തും എൻജോയ് ചെയ്യുന്നതല്ലാതെ അയ്യോ അത് മിസ് ചെയ്തു ഇത് മിസ് ചെയ്തു അങ്ങനെ ഒന്നും നമ്മൾ ആരും മിസ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഞാൻ മിസ് ചെയ്യണം, ഞാൻ വിചാരിക്കാം എനിക്ക് ഹേമാമാലിനിയെ പോലെ ഹിന്ദിയിൽ വരാനൊത്തില്ലല്ലോ, അപ്പോൾ ഹേമാമാലിനി എനിക്ക് അങ്ങനെ ബോളിവുഡിൽ വരാനൊത്തില്ലല്ലോ. ഇങ്ങനെ ഈ ആശകളൊക്കെ അതിരി വളരെ യാഥാസ്ഥികമായ ഒരു കാലഘട്ടത്തിൽ പോലും ഷീലാമ്മ വളരെ തൻ്റെടിയായിരുന്നു. ഇപ്പം മധുസാറുമായിട്ടൊക്കെ വളരെയധികം വളരെ തിക്ക് ഫ്രണ്ട്സിനെ പോലെ ചിരിച്ച് കളിച്ച് നടക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. ആൾക്കാർ പറഞ്ഞോ ഷീലാമ്മ ഇതൊക്കെ സൂക്ഷിക്കണം എങ്ങനെയൊന്നും സംസാരിക്കാൻ? അല്ല എല്ലാവർക്കും അറിയാം, മധുവിനെ പറ്റി അറിയാം, മധുവിനും ഞാനുമുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി അറിയാം. ആരും ഞങ്ങളെപ്പറ്റി ഒരു ഗോസിപ്പ് പോലും ഒന്നും വന്നിട്ടില്ല. അന്നും അങ്ങേരുടെ കൂടെ 50-55 പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഹീറോയിനായിട്ട്. മധുസാറിനെ പോലെ വേറൊരു സാർ സത്യനുമായിട്ടുള്ള ഒരു ജോഡി. ഞാനും അന്ന് റോഡിൽ വെച്ച് കണ്ടപ്പോൾ ചേട്ടന്റെ ഫ്രണ്ടാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഓഹോ, ഡോക്ടർ ഇവിടെ വന്നതിൽ ചേട്ടന് വലിയ സന്തോഷമുണ്ട്. പക്ഷേ എനിക്കത്ര സന്തോഷമില്ല. അതെന്താ? ഇവിടത്തെ ചില നടപടികൾ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം നേരെയാക്കാനല്ലേ ഡോക്ടർ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഓഹോ അയ്യോ ഏത് പടാ ഇത്? ഡോക്ടർ. ഡോക്ടറാണ് ഇത്. ആ ഒരു നടപ്പൊക്കെ എങ്ങനെയായിരുന്നു ഷീലാമ്മ? ഞാൻ പറയട്ടെ, അന്നൊക്കെ ഞങ്ങൾക്ക് അഭിനയം പറഞ്ഞു തരാൻ ആരുമില്ല. ഞങ്ങൾ അഭിനയിക്കുന്നതാണ് അഭിനയം. ഇന്ന് ഓരോ ഷോട്ടിലും ഇങ്ങനെ നോക്ക്, അരേഞ്ച് തലപ്പൊക്ക്, ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറയാനായിട്ട് എത്ര ഡയറക്ടേഴ്സാണ്, ആർട്ടിസ്റ്റിനേക്കാൾ നന്നായിട്ട് അഭിനയിക്കുന്ന ഡയറക്ടേഴ്സുണ്ട്. അന്നൊന്നും നമ്മളെ വിട്ടേക്ക് അങ്ങനെ. സത്യൻ സാറ് പറഞ്ഞിട്ടുണ്ട് ഷീലാമ്മയോട്, എനിക്കറിയാം, ഞാൻ എവിടെയോ വായിച്ചത്. ആ പെണ്ണ് കുറേ കണ്ണൊക്കെ എറിഞ്ഞ് കളിക്കായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ടി കണ്ണൊന്നും എറിഞ്ഞ് കളിക്കണം, നേരെ അങ്ങ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, സത്യൻ സാർ എപ്പോഴും ഞാൻ ഇങ്ങനെ ചിരിക്കും, ഇങ്ങനെ ചിരിക്കത്തുള്ളൂ, പല്ല് കാണാൻ പാടില്ലെന്ന് ഇങ്ങനെ ചിരിക്കും. അപ്പോൾ സത്യം ചോദിച്ചു അതെന്താ ഇങ്ങനെ പല്ല് കാണാത്ത? ആ ഭാഗ്യജാതകം പടത്തിൽ അതെന്താ? അപ്പോൾ ഉള്ളൊരു മേക്കപ്പ് പറഞ്ഞു നിങ്ങളുടെ പല്ല് കുറച്ച് പൊന്തിയ പോലെയുണ്ട്, അത് കാരണം നിങ്ങൾ പല്ല് കാണിക്കരുത് കേട്ടോ, എന്നോട് മേക്കപ്പ് ഇടുന്നതിന് ഇടയ്ക്ക് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം മുതൽ എനിക്കൊരു കോൺഷ്യസ് ഇങ്ങനെ. എന്നിട്ട് എൻ്റെ അമ്മ പറഞ്ഞു പല്ല് കാണിക്കല്ലേ, പല്ല് കാണിക്കാതെ ചിരിക്കുന്നത്. എൻ്റെ അമ്മ പറയുന്ന പോലെ ഞാൻ പോയി ചെയ്യും ഇങ്ങനെ. സത്യം പറഞ്ഞു ഏറ്റവും നല്ല പല്ലുള്ള ഒരാളാണ്, നല്ല പല്ല് വെച്ച് എന്നൊക്കെ ചിരിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ അത് കാരണമാണ് യഥാർത്ഥത്തിൽ ഷീലാമ്മയുടെ ചിരി കണ്ടെത്തിയത് സത്യനാപ്പം അല്ല ഇതുപോലെയായിരുന്നു. ശരിയാ. നമ്മുടെ പ്രേക്ഷകർ കുട്ടികളിങ്ങനെ, ഈ കുട്ടികളിപ്പം പുതിയ തലമുറയിലെ കുട്ടികളാണെങ്കിലും ഷീലാമ്മ ഒരുപക്ഷെ ഷീലാമ്മ എന്നുള്ള നടിയുടെ വഴിത്താരയെ നമ്മളെക്കാൾ കൂടുതൽ നന്നായി ഒപ്പിയെടുത്തുള്ളവരായിരിക്കും. എന്നുവെച്ചാൽ ഷീലാമ്മയുടെ മുഖഭാവങ്ങൾ, ആ പ്രണയരംഗങ്ങൾ, ആ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ, തലങ്ങൾ, അല്ലേ? ശരിയല്ലേ? അതെ. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ഇപ്പം ഞാൻ കേൾക്കുന്നുണ്ട്. എന്താ അറിയോ? നസീർ സാർ അവിടെ പോയി. ആരെയോ സ്നേഹിക്കുന്നുണ്ട്. ആ ദുഷ്ടന് അവളോട് സ്നേഹമില്ല. ഹൃദയമുള്ള ആരും അവളെ സ്നേഹിക്കും. നോക്കൂ, ആ പുകയുന്ന കുടിലിനകത്തുള്ളത് ഒരു തിളങ്ങുന്ന രക്തമാണ്. ആ രത്നത്തിനുള്ളിൽ തീയാണ്, അതാണ് പുക ഉയരുന്നത്. പ്രേമത്തിന്റെ തീച്ചൂട് അനുഭവിച്ചവരെ അറിയൂ. ആഹാ, സുമൻ കവിത പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇതേത് പാടാ ഇത്? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഓ അതാണ്. അത് ശരി. കുറച്ചൊക്കെ മറന്നല്ലേ കാര്യങ്ങളൊക്കെ? അല്ല എല്ലാ പടത്തിലും ഈ ആർട്ടിസ്റ്റ് അല്ലേ? ഇപ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലോ ശരി,
അപ്പം നസീർ തന്നെ 170 പടം 107 പടത്തിൽ എന്തോ അഭിനയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് പടം നമുക്കൊന്നും എത്ര മനസ്സിലാവുന്നില്ല. പടം നിങ്ങൾ തമ്മിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച്? അവർ കണക്ക് പറയുന്നു 107 എന്നൊക്കെ പറയുന്നു, ഗിന്നസ് ബുക്കിലുണ്ടെന്ന് പറയുന്നു, അവരൊക്കെ പറയുന്നത് ഞാനും വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല, ഇതൊന്നും അറിയില്ല. ഇവരായിട്ട് പത്രക്കാരെഴുതുന്നു, എനിക്കിതൊന്നും അറിയില്ല. ഈ സിനിമകളൊക്കെ പിന്നെ ടി വി കാണുമെന്നാണ് ശീലാമ്മ? അയ്യോ, ടി വി കാണുമ്പോൾ എന്താണെന്നറിയോ, ഞാൻ വിചാരിക്കും ദൈവമേ അടുത്തുള്ള നസീർ മരിച്ചുപോയി, സത്യൻ സാർ മരിച്ചുപോയി, പിന്നെ എല്ലാവരും അടൂർ ബാസി പോയി. അയ്യോ, ഞാൻ ശാരദ മാത്രമല്ലേ ഉള്ളൂ എൻ്റെ പേര് നിൽക്കുന്നത്, ഇനി ഞങ്ങൾ എങ്ങനെ എന്നാവും. പക്ഷെ ഒരു സന്തോഷം എന്താണെന്നറിയോ, ഞങ്ങൾക്ക് ആർട്ടിസ്റ്റിന് മരണമില്ല. ഞങ്ങൾ മരിച്ച് പിന്നെയും ഞങ്ങൾ ചലിക്കുന്നു. ആരും സാധാരണ ആൾക്കാർക്ക് ഒക്കും അത്. കറക്റ്റ്. മരിച്ച് പിന്നെ ഞങ്ങൾ നടക്കുന്നു, ഇവിടെ സംസാരിക്കുന്നു. ഒരു വലിയൊരു യുഗത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നോടിയായിട്ട് അതിലേക്കൊരു വാതായനം തുറക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ ഇവിടെ കൊണ്ടുവരികയാണ്. എനിക്ക് ചോദിക്കേണ്ടത്, നിങ്ങളും എൻ്റെ ഫാദറും കൂടെ ഒരു 118-120 പടങ്ങൾ ജോഡിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ദ മസ്റ്റ് ബി എ കെമിസ്ട്രി അവിടെ, അല്ലെങ്കിൽ ഇത്രയും നാളുകൾ പ്രോളോങ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് വാസ് ദറ്റ് കെമിസ്ട്രി? എന്താണത്? കെമിസ്ട്രി എന്നൊക്കെ പറയുന്നുണ്ടോ ഈ ലോകത്ത് അങ്ങനെ ഒന്ന്? എന്നാൽ മാത്തമാറ്റിക്സ് ആക്കാം. അല്ല, ഇവർ പറഞ്ഞ കെമിസ്ട്രി അത് എന്ന് വെച്ചാൽ ഒരു പടം ഇട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ജോഡി നല്ലതാന്ന് തോന്നി. പിന്നെ ഇനിയൊരു പടത്തെ പടം നല്ല സക്സസ്ഫുള്ളായി, നല്ല ഇവർ രണ്ടുപേരും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നായി. അങ്ങനെ ഇട്ടപ്പോൾ അങ്ങനെ 10 മിക്കവാറും ദിവസം അവരോടെയൊക്കെ അല്ലേ ഞങ്ങൾ സെറ്റുകളിൽ നിന്ന് സെറ്റിലേക്ക് നല്ലൊരു ജീവിതത്തിൽ നല്ലൊരു പങ്ക് ചെലവിട്ടത് നസീർ സാറിൻ്റെ കൂടെയാണ്. അതെ, കുറേ പടം 100 പടങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എത്ര കാലം വേണ്ടി വരും ശീലാമ്മ? ഒരു കുറേ നാൾ അങ്ങേരോടെ കുറേ പടങ്ങൾ അഭിനയിച്ചു. നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങേരോട് അഭിനയിച്ചതിലും അങ്ങേരോടെ ചിലവഴിഞ്ഞ ഓരോ നിമിഷങ്ങളും ഞാൻ മാനിക്കുന്നു. അങ്ങേരെ ആത്മാവ് ശാന്തി അടയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര സമർത്ഥമായ യാന്ത്രികമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ശീലാമ്മ. എന്താ കാരണം എന്നറിയോ? ലാലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നായികയുമായിട്ടൊരു പ്രണയമാണ്. ആ സിനിമ കഴിയുമ്പോഴേക്കിനും വലിയൊരു പ്രണയമായിട്ടത് മാറും. അങ്ങനെയാണെങ്കിൽ എത്ര പേരോട് അഭിനയിക്കും, അത്ര പേര് പ്രത്യേകിച്ച് പ്രണയം ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ മോശപ്പെട്ട പറയട്ടെ. ഇപ്പോൾ ഒരു പടത്തിൽ അഭിനയിക്കുന്നു, ഒരു ഹീറോനെ കെട്ടിപ്പിടിക്കുമ്പോൾ ക്യാമറമാൻ പറയാണ്, അയ്യോ കുറച്ച് അങ്ങോട്ട് മാറ്, കുറച്ച് ഈ കൈ അപ്പോഴേക്കും വേദനിക്കാൻ തുടങ്ങി, കുറച്ച് ഇങ്ങോട്ട് മാറ്, മുഖം ഇങ്ങനോട്ട് ഇങ്ങനെ ചിരിക്കി, ടേക്ക് 2, നീ അടുത്ത പ്രാവശ്യം പിന്നെയും കെട്ടിപ്പിടിച്ചു. 10 പ്രാവശ്യം ആകുമ്പോഴേക്കും നമുക്ക് വെറുത്തു പോവും. അയ്യോ, ഇത് എന്താ നസീർ സാറിനെ വല്ലാതെ വെറുത്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയല്ല, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കഷ്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആരോട് അഭിനയിക്കുകയാണെങ്കിലും ശരി, നമുക്കെന്നെ വെറുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഷോട്ടാണ് ഈ എടുക്കുന്നത് എന്ന് പറയും. പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും എത്ര പടത്തിലാണ്. ഇപ്പോൾ നസീർ അഭിനയിക്കുന്ന ഒരു കുറേ പടങ്ങളിലുണ്ടായിരുന്നു ഒരേ സമയത്ത്. അപ്പോൾ അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാനിവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ കുറേ ഷോട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ ഏതോ ഒരു ഇതിൽ നിൽക്കുകയാണ്, വേറെ ഏതോ ഒരു പടത്തിൽ സത്യൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ക്യാമറാമാൻ ക്യാമറയായിട്ട് വരും, അമ്മ 2-3 പടത്തിൻ്റെ ഷോട്ട്സ് വേണം എന്ന് പറയും. അപ്പോൾ ഇതുവരെയൊക്കെ എടുക്കും, കാരണം അപ്പോൾ ഇതാകുമ്പോൾ ഡ്രസ്സ് അറിയാം, ഇവിടെ ആകുമ്പോൾ ഹാൻഡ് ഡ്രസ്സ് അറിയും, ഇതുവരെയ്ക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോയി എല്ലാ പടത്തിലും ഇങ്ങനെ കട്ട് ചെയ്തിടും. എന്തായാലും നസീർ സാറും ഷീലാമ്മയും വലിയൊരു ജോഡിയാണ്. അതെ, അതൊരു സംശയമില്ല. ആ ജോഡി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലിങ്ങനെ ഇരിക്കുകയാണ്. അതെ, ഇപ്പോഴും നസീർ സാറിനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ പെട്ടെന്ന് തൊട്ടടുത്ത് ഷീലാമ്മേനെ അറിയും, ഷീലാമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നസീർ സാറിനെ അറിയും. ഇതാണ് കെമിസ്ട്രി. ഈ കെമിസ്ട്രിയെ കുറിച്ച് ഞാനല്ലേ പറഞ്ഞത്, മകൻ സ്വന്തം അച്ഛനോട്. ഞാനൊരു സീരിയൽ അഭിനയിച്ചു, മോൻ്റെ കൂടെ ചേർന്നൊരു സീരിയൽ അഭിനയിച്ചു. അപ്പോഴും അവൻ പറഞ്ഞില്ലേ, അയ്യോ പറഞ്ഞു, ആൻറ്റി ഡാഡിയിലൂടെ അഭിനയിക്കുന്നതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് ആൻറ്റിയെ കാണുന്നത്, എനിക്കിതൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വീറ്റായിട്ടൊക്കെ സംസാരിച്ചു. ഇപ്പം ആ സിനിമകളൊക്കെ കാണുമ്പോൾ ഷീലാമ്മയ്ക്ക് എന്താ തോന്നുന്നത്?
ഞാൻ നോക്കുന്നത് എന്താണെന്നറിയോ, ഞാൻ സത്യം പറയട്ടെ, ഞാൻ ചുമ്മാ പറയാണെന്നൊന്നും വിചാരിക്കും. സത്യമേ പറയാവുള്ളൂ. അതെ, ആ